പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വാകത്താനം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ്. നമ്മുടെ വാകത്താനം പഞ്ചായത്ത് നാളെ ഒരു വലിയൊരു ദൗത്യത്തിലേക്ക് ഏർപ്പെടുകയാണ്. ഒരു ജീവൻ രക്ഷാ സമിതി രൂപീകരിച്ച് ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ പിടിച്ചു കെട്ടാൻ വേണ്ടി അതിനുവേണ്ടിയുള്ള ഫണ്ട് സമാഹരണമാണ്. നമുക്കിവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെയുണ്ട്. മാഡത്തിനോട് നമുക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. നമ്മുടെ വാകത്താനം പഞ്ചായത്ത് നാളെ ഒരു വലിയ ദൗത്യത്തിലേക്ക് പോവുകയാണ്. അഖിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു ജീവൻ രക്ഷാ സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് രണ്ട് വാക്കുണ്ട്. അത് അഖിൽ രവീന്ദ്രൻ എന്ന കുട്ടി 2 കിഡ്നി ഡാമേജ് ആയിട്ടുള്ള ആളാണ്. ഒരു 22 വയസ്സുള്ളൊരു പയ്യനാണ്. അത് വർക്ക്ഷോപ്പിൽ പണിതുകൊണ്ടിരുന്നപ്പോൾ ആ കുട്ടിക്ക് കാലിന് വേദന എന്നും പറഞ്ഞ് ആദ്യമൊന്നും അത്ര നമ്മൾ ശ്രദ്ധിച്ചില്ല എന്താണെന്നുള്ളത്. പിന്നീടാണ് നോക്കിയപ്പോൾ ക്രിയാറ്റിൻ്റെ അളവ് വളരെയധികം കൂടുതലായിരുന്നു. പിന്നീട് ഡോക്ടറെ കണ്ടപ്പോഴാണ് അറിഞ്ഞത് 2 കിഡ്നി ഡാമേജ് ആയെന്ന്. അപ്പം ജോലിക്കൊന്നും പോകാൻ വയ്യ. ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ കിഡ്നി നോക്കിയപ്പോൾ അത് ഇതിന് മാച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ചൊവ്വാഴ്ച അത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ഇപ്പോൾ 9 യൂണിറ്റ് ബ്ലഡ് വേണമെന്ന് പറഞ്ഞു. അത് ഇന്നുകൊണ്ട് പൂർത്തിയായി. നമ്മുടെ ഒരു CPM-ൻ്റെ ഒരു മെമ്പർ അടക്കം ആൾക്കാർ പോയി ബ്ലഡ് എല്ലാം കൊടുത്ത് ആ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നാളെ ഞങ്ങൾ വലിയൊരു ദൗത്യത്തിലേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഈ ജീവൻ രക്ഷാപാതിയുമായിട്ട് നമ്മൾ ഇറങ്ങുന്നത്. വാകത്താനം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും കൂട്ടിയിണക്കിക്കൊണ്ട് നമ്മളിത് പല പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. അതുപോലെ അതെല്ലാം വിജയിച്ചിട്ടുണ്ട്. അതുപോലെ ഇതും വിജയിക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. ഏതൊക്കെ വാർഡുകളിലാണ് പിരിവ് നടത്തുന്നത്? 1, 2, 3, 4, 5, 6, 10 ഈ വാർഡുകളിലാണ് പിരിവ് നടത്തുന്നത്. രാവിലെ അത് പല സ്ക്വാഡുകളാണ്. ഒരു വാർഡില് 4, ചിലയിടത്ത് 5, ചിലയിടത്ത് 6, അങ്ങനെ സൗകര്യാർത്ഥം. അപ്പം എൻ്റെ വാർഡ് 4ആണ്. ആ 4-ാം വാർഡില് രാവിലെ 8 മണിയാകുമ്പോൾ പിരിവിനിറങ്ങാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ 10 എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് നമ്മൾ ഈ ഫണ്ട് പിരിവിന് ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഈ പയ്യനുള്ള മരുന്ന് വേണം, കിഡ്നി കൊടുക്കുന്ന അച്ഛനുള്ളത് വേണം, തുടർ ചികിത്സക്കൊക്കെ വേണം. ഇതൊക്കെ നിലവിൽ വീടുകളൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഒരു ഓണാട്ട് ഫില്ലിസാർ എന്ന് പറഞ്ഞ ഒരു മഹാവ്യക്തിയുണ്ട്, പ്രൊഫസറാണ്. ജേക്കബ് കുര്യൻ ഓണാട്ട് എന്നാണ് അദ്ദേഹത്തിന് മുഴുവൻ പേര്. അദ്ദേഹവും കുറെ സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ചെറിയൊരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ആ വീട്ടിൽ താമസിക്കാൻ വയ്യാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജിനടുത്ത് കാരുണ്യാലയം എന്നുള്ളൊരു സ്ഥലത്താണ് ഇവർ താമസിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ അവരവിടാണ് താമസിക്കുന്നത്. ജനകീയ സമിതിയുടെ ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ദിവസം നടന്നു. ജനകീയ സമിതിയുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. സർവകക്ഷി യോഗമായിട്ട് തന്നെ വിളിച്ചുകൂട്ടി നടന്നു. എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അഖിലിന്റെ ജീവന് വേണ്ടി കൈകോർക്കുന്ന ഒരു പദ്ധതിയാണിത്. ഈ ഉദ്യമത്തിന് എല്ലാവരും ആശംസയും നേരുന്നു. അതുപോലെ ഒരുപാട് ആൾക്കാർ ഇതിനെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിച്ചായിരുന്നു. അവർക്കൊക്കെ അന്ന് തന്നെ നോട്ടീസിൽ തന്നെ അക്കൗണ്ട് നമ്പർ തന്നെ കൊടുത്താൽ മതി അല്ലേ? അതെ, അത് മതി. നമ്മൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ആ അക്കൗണ്ട് നമ്പർ IFSC കോഡ് ഉൾപ്പെടെ എല്ലാ പോസ്റ്ററുകളിലും നോട്ടീസുകളിലും എല്ലാം ഉണ്ട്. അതിലേക്ക് സൗമനസ്സായിട്ടുള്ള ആൾക്കാരുടെ സഹായം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. തീർച്ചയായിട്ടും. ഇതിനു മുമ്പ് തന്നെ നമ്മള് കുറച്ചുനാൾ 1.5 വയസ്സുള്ള ഒരു കുഞ്ഞ് ആരുഷ് എന്ന് പറയുന്ന അതിന് മുമ്പ് മദ്യം മാറ്റിവെക്കുന്ന നയനാമോൾ എന്ന ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്തു. അങ്ങനെ ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് വാകത്താനം പഞ്ചായത്തിലെ മുന്നോട്ട് പോവുകയാണ്. നല്ലവരായ നാട്ടുകാരുടെ സഹായത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ശരി എന്നാ. ഓക്കെ. ഇത് കാടമുറി ജംഗ്ഷനാണ്. കാടമുറി ജംഗ്ഷനിൽ നിന്ന് SNDPയുടെ അങ്ങോട്ട് പോകുന്ന റോഡിലാണ് അഖിലിന്റെ വീട്. ഇപ്പൊ അവിടെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് മീറ്റിംഗ് ഒന്ന് കാണാം. ഈ ഒത്തുചേരൽ ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇരുവൃക്കകളും തകരാറിലായ വാകത്താനം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ കൊടൂർപ്പറമ്പിൽ വീട്ടിൽ അഖിൽ രവീന്ദ്രന്റെ ജീവൻ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി
കക്ഷി രാഷ്ട്രീയം മറന്ന് ഒന്നായി തീരുകയാണ്. നാട്ടിലെ നന്മ പറ്റാത്ത മനസ്സുകളും കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളുമാണ് കരുത്ത്. വാകത്താനം സ്വദേശിയും ബസേലിയസ് കോളേജ് മുൻ പ്രിൻസിപ്പലുമായ പ്രൊഫസർ ജേക്കബ് കുര്യൻ ഓണാട്ട്. അഖിലിനെയും കുടുംബത്തെയും കുറെ വർഷങ്ങളായിട്ട് അറിയാം. ഞാൻ ഈ കൈതേപ്പാലത്തേലുള്ള ഒരു വർക്ക്ഷോപ്പിൽ വല്ലപ്പോഴും ഒക്കെ വണ്ടി പണിയിപ്പിക്കാനൊക്കെ പോകും. അവിടെ വർക്ക്ഷോപ്പിലെ ഒരു മെക്കാനിക്കായിരുന്നു അഖിൽ. അഖിലിന് 20 വയസ്സൊക്കെ ഉള്ളപ്പോൾ മുതലേ അറിയാം. ഇപ്പോൾ ഒരു 23 വയസ്സായിട്ടുണ്ട്. അവൻ്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്, ജയ. അവര് നമ്മുടെ ലോക്കോട്ട കലുങ്കിന് സമീപത്തുള്ള അംഗൻവാടിയിലെ ഹെൽപ്പറായിരുന്നു. അപ്പം ആ രീതിയിലൊക്കെ ഞങ്ങളുടെ വീടുകളുമൊക്കെ ആയിട്ടൊക്കെ സഹകരിച്ച് പോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അഖിലിന് ഗുരുതരമായ കിഡ്നി രോഗം ബാധിച്ചു. അത് പൊടുന്നനമേ ഉണ്ടായത്. വർക്ക്ഷോപ്പിൽ പണിതുകൊണ്ടിരുന്നു, വർഷങ്ങളായിട്ട് പണിയുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ജോണാശാന്റെ വർക്ക്ഷോപ്പാണ്. എല്ലാവർക്കും ജോണാശാനെയൊക്കെ കഷ്ടിച്ച് പരിചയമുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പം കഴിഞ്ഞ ഒരു 1.5 വർഷം മുമ്പ് ഏതാണ്ടൊരു അസുഖം വന്ന് ഡിസ്ട്രിക്ട് ആശുപത്രി കൊണ്ട് കാണിച്ചു. അവര് മരുന്നുകളൊക്കെ കൊടുത്തു, അത് മാറി. അടുത്ത കാലത്ത് വീണ്ടും രോഗം കടുത്തപ്പോഴാണ് എന്നോട് ഈ വിവരം പറഞ്ഞത്. അപ്പൊ ഞാന് മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള മാർ ഗ്രിഗോറിയോസ് കാരുണ്യ നിലയം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്. ബസേലിയസ് കോളേജിലെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് കൂടുതൽ സമയം ഈ മെഡിക്കൽ കോളേജിനടുത്തുള്ള കാരുണ്യ നിലയത്തിൽ ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ അവിടെ മരുന്നുകൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെയുള്ള ഒരു പരിപാടിയാണ് ഡയാലിസിസ് കിറ്റ് വിതരണം. ഇവിടെ ഈ കുന്നേൽ താമസിച്ചിരുന്ന പരിശുദ്ധനായ ഈവാനിയോസ് തിരുമേനിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് കാരുണ്യ നിലയത്തിൽ എല്ലാ മാസവും ഒരു 200 പേർക്ക് ഈ ഡയാലിസിസ് കിറ്റും അതിന്റെ മരുന്നുകളും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രവർത്തനം സംബന്ധിച്ച് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുമായിട്ട് അടുത്ത് പെരുമാറുന്നുണ്ട്. അപ്പോൾ എനിക്ക് മെഡിക്കൽ കോളേജിലെ വൃക്കരോഗ വിഭാഗം മേധാവി സെബാസ്റ്റ്യൻ എബ്രഹാം ഡോക്ടറുമായിട്ട് നല്ല അടുപ്പമായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ അഖിലിന്റെ കാര്യം എന്നോട് പറയുന്നത്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു, ക്രിയാറ്റിനിൻ വളരെ കൂടുതൽ, അതുകൊണ്ട് ഒരു പരിശോധന ആവശ്യമാണ് കിഡ്നിയുടെ കണ്ടീഷൻ സംബന്ധിച്ച്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, പേഷ്യന്റിനെ സാറൊരു കത്തും കൊടുത്ത് ഇങ്ങ് വിടാൻ പറഞ്ഞു. ചെന്നു. വൈകുന്നേരം ഡോക്ടർ വിളിച്ചു പറഞ്ഞു, 2 കിഡ്നിയും പ്രവർത്തനരഹിതമായി പോയി. അപ്പോൾ തൽക്കാലം നമുക്ക് ഡയാലിസിസ് ആരംഭിക്കാം, പക്ഷെ ഒരു ഡോണറെ വേണം. അത് പുറത്ത് വൃക്ക വാങ്ങിക്കാൻ പോയാൽ 10-20 ലക്ഷം രൂപയാണ്. അങ്ങനെയുള്ള കേസുകളൊന്നും മെഡിക്കൽ കോളേജിൽ എടുക്കത്തില്ല. അപ്പോൾ ഈ കുഞ്ഞിന്റെ അച്ഛനോ അമ്മയോ സഹോദരിയോ കിഡ്നി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് അതിനുള്ള ക്രമീകരണം ചെയ്യാം. പക്ഷെ ഭയങ്കര ലോങ് ക്യൂ ആണ്. പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ സർജറി ഒന്നും ചെയ്യത്തില്ല. അത് ചിലപ്പോൾ 1 വർഷം, ചിലപ്പോൾ അതിലേറെ കാലം കാത്തിരിക്കേണ്ടി വരും. ഡോണറുടെ ബ്ലഡ് ഗ്രൂപ്പ്, കിഡ്നി എല്ലാം ക്രോസ് മാച്ച് ചെയ്ത് വെച്ചുപിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ അഖിലിന് ചേരുവോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ നമുക്ക് മുമ്പോട്ട് പോകാനൊക്കെ ഉള്ളൂ. ഞങ്ങളെ കൊണ്ടാകാവുന്നത് ചെയ്തു തരാം, ഭാരിച്ച ചെലവ് വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് വരും ചെലവെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പുറത്ത് ചെയ്യുകയാണെങ്കിൽ 40 ലക്ഷം രൂപയോളം വരും. പക്ഷേ മെഡിക്കൽ കോളേജ് ചെയ്യുമ്പം ആദ്യം ഒരു 4 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ സർജറി എല്ലാം നടക്കും. പിന്നെ ഈ വെച്ചുപിടിപ്പിക്കുന്ന കിഡ്നി തിരസ്കരിക്കും ശരീരം. അത് ചെയ്യാതിരിക്കാൻ മരുന്നുകൾ കഴിക്കണം. ഒരു 1/2 ലക്ഷം രൂപ ഒരു മാസത്തെ മരുന്നിനാവും. അങ്ങനെ എല്ലാം കൂടെ ഒരു തുടക്കത്തിൽ ഒരു 10 ലക്ഷം രൂപയെങ്കിലും നമുക്ക് വേണ്ടി വരും കിഡ്നി ട്രാൻസ്പ്ലാന്റിനെന്ന് പറഞ്ഞു. അപ്പോൾ അഖിലിന്റെ അച്ഛൻ രവീന്ദ്രനെ അവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വേണ്ട പരിശോധനകളൊക്കെ നടത്തി കിഡ്നി ചേരുമെന്ന് കണ്ടുപിടിച്ചു. അദ്ദേഹത്തിനും വലിയ ആരോഗ്യമൊന്നുമില്ല, മരപ്പണിക്കാരനായിരുന്നു. ഇപ്പം പണിക്കൊക്കെ പോകുന്നില്ല. അത് ആരോഗ്യപരമായ പരിമിതികൾ കൊണ്ടുകൂടാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കിഡ്നി, അതായത് ഒരു കിഡ്നി നല്ലതാണ്, ആ കിഡ്നി എടുത്ത് പിടിപ്പിക്കാം, റിസ്ക് ഒക്കെ ഉണ്ട്, എന്നാൽ പോലും നമുക്കത് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഈ അവസ്ഥയാണുള്ളത്. അച്ഛന്റെ കിഡ്നി ഇവനിൽ എടുത്ത് പിടിപ്പിക്കണം. അത് ഉടനെ തന്നെ സെപ്റ്റംബർ മാസം ഒടുവിലോ ഒക്ടോബർ മാസം ആദ്യമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. അമ്മ അംഗൻവാടിയിൽ പോയിക്കൊണ്ടിരുന്ന ഇപ്പൊ പോകാനായിട്ട് നിവൃത്തിയില്ല, കാരണം ആഴ്ചയെ 3 ഡയാലിസിസ് ആണ്. എന്നാൽ പോലും ഈ അച്ഛന്റെയും മകന്റെയും ഒത്തിരി ടെസ്റ്റുകൾ നടത്തണം. അതിന് ലക്ഷക്കണക്കിന് രൂപ ഇതിനകം പരിശോധനകൾ പലതും പുറത്തെ ലബോറട്ടറികളിലൊക്കെയാണ് ചെയ്യിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയായിട്ടുണ്ട്. പല പള്ളികളും വ്യക്തികളും സാമൂഹ്യ സംഘടനകളും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. ജോണാശാനും കുറച്ചൊക്കെ കാര്യങ്ങൾ ഈ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണല്ലോ, ഉണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടും അദ്ദേഹത്തിന്റെ പള്ളിക്കാരുടേതും ഒക്കെ ആയിട്ട് വല്ലതൊക്കെ സഹായം ചെയ്യുന്നുണ്ട്. ഒത്തിരി ആളുകൾ
ഇതിനകം ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഈ തുക സമാഹരിക്കുക എന്നുള്ള ഒരു 10 ലക്ഷം രൂപയെങ്കിലും തുടക്കത്തിൽ ആദ്യത്തെ ഒരു 6 മാസം ഒന്ന് ടൈഡ് ഓവർ ചെയ്യണമെങ്കിൽ 10 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. അത്രയൊരു തുകയൊന്നും നമ്മൾ 5 10 വ്യക്തികൾ വിചാരിച്ചാൽ നടക്കുകയില്ല. അത് നമ്മുടെ കമ്മ്യൂണിറ്റി, സമൂഹം ഏറ്റെടുത്താലേ പറ്റുള്ളൂ. പല കാര്യങ്ങളും ഇതിനകം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലരുടെയും ജീവരക്ഷയ്ക്ക് വേണ്ടി രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരെല്ലാം ഒത്തുചേർന്ന് പ്രവർത്തിച്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വഴി വന്നിട്ടുണ്ട്, എനിക്കറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ക്രമീകരണത്തെ പറ്റി ഇവിടെ ആലോചിക്കുന്നു എന്ന് റജി സാറും സാബുവും ഒക്കെ കഴിഞ്ഞ ദിവസം അറിയിച്ചു. എന്നോട് ഈ മീറ്റിംഗിൽ നിന്ന് വരണമെന്ന് പറഞ്ഞു. ചില വർഷങ്ങൾക്ക് മുൻപ് രമ്യ ജീവൻ രക്ഷാ സമിതി 26 ലക്ഷവും, നയനമോളുടെ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി 30 ലക്ഷവും, PK സുഭാഷിന്റെ ജീവൻ തിരിച്ചു പിടിക്കുന്നതിനായി 10 ലക്ഷവും, ആരുഷ് രാഹുലിനു വേണ്ടി 29 ലക്ഷവും, ജലജീവൻ മിഷൻ ടാങ്ക് നിർമ്മിക്കുന്നതിനായി സ്ഥലം കണ്ടെത്താൻ 26 ലക്ഷവും പൊതുജനങ്ങളിൽ നിന്നും ശേഖരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ചെറുതും വലുതുമായ നിരവധി സഹായ ധനശേഖരണ യജ്ഞവും വൻ വിജയമായിരുന്നു. ഈ അനുഭവങ്ങളാണ് പ്രചോദനമെന്ന് സാബു മരങ്ങാട് പറഞ്ഞു. 2025 ഒക്ടോബർ 5-ാം തീയതി രാവിലെ 9 മുതൽ വാകത്താനം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽപ്പെട്ട 1, 2, 3, 4, 5, 6, 10 വാർഡുകളിലെ ഓരോ വീടുകളും വാളണ്ടിയർമാർ സന്ദർശിച്ച് പണം സ്വരൂപിച്ച് 10 ലക്ഷം രൂപ സമാഹരിക്കുവാൻ ജനകീയ സമിതി തീരുമാനമെടുത്തു.